നേരത്തെ ഞാൻ പറഞ്ഞതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട് പറയാൻ, കഴിഞ്ഞ ഭാഗത്തിൽ. അതായത് ഈ ഇതുപോലെ ഇടതൂർന്ന മരങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്. ഫോറസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉണ്ട്, ഒരുപാട് ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലാറായപ്പോൾ, അതായത് ഈ ബീച്ച് സൈഡിലേക്ക് ചെല്ലാറായപ്പോൾ ഉള്ള ഏതാണ്ട് എത്താറായപ്പോൾ പല ഭാഗങ്ങളിലും ഈ മാനിൻ്റെ പടം വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ കൊമ്പുള്ള മാനുകൾ, അതിൻ്റെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. വലിയ മാനുകളുടെയാണ്. അതെന്താണെന്ന് നോക്കിയപ്പോൾ എന്താ സംഭവം എന്നറിയോ? ഈ മാനുകൾ എപ്പോഴും റോഡിന് കുറുകെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഒന്നും ഇടിക്കരുത്. അതൊക്കെ വളരെ വലിയ ക്രിമിനൽ കുറ്റമാണ് ഇതിനെയൊക്കെ കയറി ഇടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിലെ ഒന്നും ഇടിക്കാതെ നമ്മൾ സൂക്ഷിച്ചു പോകണം. ഡ്രൈവിങ്ങിൽ അത്രയും കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതിനാണ് ഈ പടങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും പല ഭാഗങ്ങളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ, ആരും നോക്കാനും കാണാനില്ല, റോഡിൻ്റെ സൈഡിലൊക്കെ ആപ്പിൾ മരങ്ങൾ ഇങ്ങനെ കൊല കുത്തി കായ്ച്ചു കിടക്കുകയാണ്. ഇവിടെ ഈ ആപ്പിളൊന്നും ആരും പറിക്കാൻ പോകത്തില്ല കേട്ടോ. ഞങ്ങൾ പറിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നല്ലേ, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളിത് പറിക്കുന്നത്. ഇത് മാത്രമോ, പിയർ മരങ്ങൾ അത് ധാരാളം നിൽപ്പുണ്ട് കേട്ടോ. അതിങ്ങനെ കൊല കുത്തി കായ്ച്ചു കിടക്കുകയാണ്. അത് ഇതുപോലുള്ള മരങ്ങൾ ഇതുമെല്ലാം കണ്ടുപോയപ്പോൾ അതൊരു വലിയ കാഴ്ചയാണ് നമുക്ക് കേട്ടോ. അവിടെ നിർത്തി ഇത് പറിക്കാൻ ഒക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഹൈവേയുടെ സൈഡിൽ ഇത് പുറമ്പോക്കി നിൽക്കുകയാണ്. ആർക്കും വേണ്ടാതെ നിർത്തിയേക്കുക, വീണ് കിളിച്ചതുപോലെ വന്നേക്കാണ്. പക്ഷേ ഇത് ആരും നിർത്തി പറിക്കുന്ന കാണുന്നില്ല. ഒന്നാമത് അവിടെ വണ്ടി നിർത്താൻ ഒക്കത്തില്ല, അതുകൊണ്ടാണ് കാര്യം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ആരെങ്കിലും പറിച്ചുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആപ്പിളിനൂടെ വിലയുണ്ട്. കടകൾ നമ്മൾ ചെന്ന് നോക്കിയാൽ ആപ്പിളിന് ഒരു 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 പൗണ്ടിന് ഏതാണ്ട് LB എന്ന് എഴുതി വെച്ചേക്കും. അതിന് ഏതാണ്ട് $2 മുകളിൽ വിലയുണ്ട്. $2.99 വിലയുണ്ട്. അപ്പോൾ എന്നാൽ ഇതുപോലുള്ള മരങ്ങളിൽ ഇഷ്ടമായി നിൽക്കുകയാണ് ആപ്പിള്. പിന്നെ ഇത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും അങ്ങനെയൊന്നും ഇറങ്ങി പറിക്കത്തൊന്നുമില്ല കേട്ടോ. നമ്മളവിടെ ആണെങ്കിൽ എല്ലാ വണ്ടികളും ഈ ആപ്പിൾ മരത്തിൻ്റെ മൂട്ടി കൊണ്ടിടും, എന്നിട്ട് കയറി പറിക്കും, അല്ലെ അത് ഒടിച്ചിടും, എല്ലാ പണിയും ചെയ്യും. പക്ഷേ ഇതൊന്നും ആരും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? മാനുകളുടെ ഒരു കൂട്ടം ഈ റോഡിലോ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. മാനുകളെന്ന് പറഞ്ഞാൽ നല്ല കൊഴുത്തുരുണ്ട മാനാണ് നമ്മൾ കാണുന്നത്. ചെറുതൊന്നുമല്ല, വലുത്. നമ്മുടെ ഈ ഒരു പശുവിനെ കഴിയൊക്കെ വലിപ്പമുള്ള മാനുകളാണ്. ആ മാനുകൾ ധാരാളം. അതായത് അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ബ്രൗൺ അല്ല, നമുക്ക് പറയുന്ന ഓറഞ്ച് ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആ ഒരു കളറാണ് ആ മാനൊക്കെ. അത് നല്ല 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 മെഴുമെഴായിരിക്കുകയാണ് കേട്ടോ. അത് കാരണം അത് നല്ല കൊഴുത്തുരുണ്ട് ഇരിക്കുന്ന മാനാണ്. അപ്പോൾ അത് യഥേഷ്ടം ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല നമുക്കിങ്ങനെ ഉണ്ടെങ്കിൽ പോലും. കാരണം ആളുകൾ പിടിച്ചുകൊണ്ട് പോയി തിന്നും കേട്ടോ. തോരൻ വെക്കാൻ നല്ലതാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും അതിൻ്റെ ഒരു ഭാഗം അറുത്തെടുത്തോണ്ട് പോകും. അത് നിന്നാലും ഇത് മനുഷ്യരെ ഭയമൊന്നുമില്ല ഇതിന്. പിന്നെ എന്താണെന്നറിയാം, ആ കാടുകളിലൊക്കെ നമുക്ക് ഇവിടെ കരടികളുണ്ട്. കാരണം ഈ തണുപ്പ് വിസ്റ്റാൻഡ് ചെയ്യാൻ കരടികൾക്കേ പറ്റുള്ളൂ. കരടികളെന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. മോൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കറുത്ത കരടിയുണ്ടല്ലോ, അത് നമ്മളെയൊക്കെ കണ്ടാൽ അനങ്ങാതെ നടന്നങ്ങ് പോകും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതല്ലാതെ ഒരു ബ്രൗൺ നിറത്തിലുള്ള കരടിയുണ്ട്, വളരെ ആചാരബാഹുവാണ് അത്. ആ കരടിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കരടി മാത്രമേ കാണത്തുള്ളൂ, ഈ കാണുന്ന ആൾ കാണുകയല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ കരടി അടിച്ച് എന്ന് പറഞ്ഞാൽ അടിച്ച് മണ്ടയും കയറും, തീർന്നു, കുന്നുകളയും. അപ്പോൾ അങ്ങനെയുള്ള കരടിയുണ്ട്. അതിനെ കണ്ടിട്ടുള്ളവരാരും ഇങ്ങോട്ട് തിരിച്ചു വരാറില്ല. അതുകൊണ്ട് അതിനെ കാണാൻ ആരും പോകാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ഞങ്ങൾ കാറ് കൊണ്ട് ഇങ്ങനെ നടന്നു കറങ്ങിയിട്ട് അവസാനം മോൻ പറഞ്ഞ് എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവിടെ റോഡ് സൈഡ് പാർക്കിങ് ചില ഭാഗങ്ങളിൽ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അതായത് ഈ ബീച്ചിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഇപ്പുറമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ഡെഡ് എൻഡിൽ ചെന്നപ്പോൾ നമ്മുടെ കാർ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കയറി. പിന്നെ ഈ പാർക്കിംഗ് ലോട്ടിലെയൊക്കെ നമ്മളിവിടെ കാണേണ്ട ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ പാർക്കിംഗ് ലോട്ടിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ മുൻപിൽ ഒരു സ്ഥലം, നമുക്കൊരു പാർക്കിംഗ് സ്ലോട്ട് കണ്ടെന്നിരിക്കട്ടെ, അതിലോട്ട് കയറാൻ നമ്മൾ അപ്പം മുമ്പിലുള്ള വണ്ടി നമ്മളങ്ങ് കടന്നുപോയി, പക്ഷെ നമുക്ക് ഇച്ചിരി റിവേഴ്സ് ചെയ്ത് വന്നാൽ ഇതിൽ കയറാമെന്നിരിക്കട്ടെ. ഇവിടെ ആ പരിപാടിയില്ല. കാരണം പുറകെ വരുന്ന വണ്ടിക്കാരനാണ് പിന്നെ നമ്മൾ അതിൻ്റെ പ്രൈമസി കൊടുക്കേണ്ടത്. നമ്മളത് കൊണ്ടുവന്ന് റിവേഴ്സ് ചെയ്ത് അവനെ ഇട്ട് മെനക്കെടുത്താൻ പാടില്ല. നമ്മൾ വീണ്ടും
പോയി കറങ്ങിക്കൊള്ളണം, ഈ പുറകെ വന്നേക്കുന്നവന് അവിടെ പാർക്ക് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മളത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാം. അതേ മാർഗ്ഗമുള്ളൂ. കാരണം ഇവിടെ ആ റിവേഴ്സ് ചെയ്ത് വന്ന് പാർക്ക് ചെയ്യുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സുഹൃത്ത് ജോർജ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ കാർ ഓടിച്ചു കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാറേ ഞാനേ അവിടോട്ട് പാർക്ക് ചെയ്യാൻ ചെന്ന് ഒരു സ്ലോട്ട് കണ്ടുപിടിച്ചിട്ട് പാർക്ക് ചെയ്യാൻ ചെന്ന് ഞാൻ വളരെ മര്യാദയ്ക്ക് ഞാൻ വന്ന് പാർക്ക് ചെയ്യാനായിട്ട് ലൈറ്റൊക്കെ ഇട്ട് പാർക്കിങ്ങിലേക്ക് തുടങ്ങിയപ്പം ഒരു വൃത്തികെട്ടവന് ഇതിൻ്റെ ഇടയിൽ കൂടെ വന്ന് കയറി അവിടെ അങ്ങ് പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. കണ്ടോ, ഒരാൾ പറയാനിടയതാണ്. സ്വിസ് സിറ്റിസൺ ആണ് ഈ പറഞ്ഞത്. നമ്മുടെ നാട്ടുകാരെ കുറിച്ച് പറയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആ മര്യാദയില്ലായ്മ അതിവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ ഒരു പബ്ലിക് പ്ലേസിലോട്ട് ചെല്ലുമ്പോൾ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ അതേപോലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കട നമ്മളങ്ങോട്ട് കയറണം. ആ വാതിൽ തള്ളി തുറക്കണം. നല്ല ബലമുള്ള ഡോറുകളാണ്. അത് തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ബാക്കി നമ്മുടെ എത്ര പേര് കൂടുണ്ടോ അല്ലെങ്കിൽ അവിടെ നിൽപ്പുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം ഈ ഡോറ് ആദ്യം തുറക്കുന്ന ആൾ പിടിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കും. അവരെങ്ങ് വിട്ടിട്ട് പോകത്തൊന്നുമില്ല. നമ്മുടെ ദേഹത്ത് വന്ന് ഡോർ അടിക്കത്തക്കൊണ്ടോ അവർ പോകത്തില്ല. ആ മര്യാദയുണ്ട് ഇവിടെ എല്ലാവർക്കും. അത് ഈ പാർക്കിങ്ങിലും എല്ലാം ആ മര്യാദയാണ് നമ്മൾ കാണാനുള്ളത്, നമ്മുടെ നാട്ടിലില്ലാത്തതും. അപ്പോൾ ഒരു വലിയ കാഴ്ചയാണ് ഇത്. ഒരുപാട് അനുഭവങ്ങളാണ്. ഇത് പഠിക്കണം. നമ്മൾ ഈ ലോകത്തൊക്കെ ഒരുപാട് യാത്ര ചെയ്താൽ മാത്രമേ ഈ അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുകയുള്ളൂ. നമ്മുടെ വരാനിരിക്കുന്ന തലമുറയുണ്ടല്ലോ, ഇതേപോലെ സ്ഥലങ്ങൾ കാണണം, അവർ മനസ്സിലാക്കണം. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവരും പഠിക്കുകയുള്ളൂ എങ്ങനെ നന്നായിട്ട് പെരുമാറണം എന്നുള്ളത്. ആ പെരുമാറ്റത്തിൻ്റെ ദൂഷ്യമാണ് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കുഴപ്പങ്ങൾക്കും കാരണം, വഴക്കുകൾക്കും കാരണം. ഇത് അന്തസ്സായിട്ടോ ആ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് പേർക്കുണ്ട്. റോഡിൽ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ നോക്കും, നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ മാർഗ്ഗമില്ല. നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് കൈ കാണിക്കും പൊക്കോടാനും കണ്ട് പോയി നമ്മളെ. അവിടെ ഇരുവശത്തും ഒരൊറ്റ വണ്ടി ഇറങ്ങത്തില്ല, ആ രീതിയിലാണ്. അങ്ങനെ നമ്മളെ അപ്പം ഞങ്ങൾ ഇതുപോലെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നടന്നു. അപ്പോൾ ഈ നടന്ന് ആ റോഡിലൂടെ നടന്നു ഏതാണ്ട് 1 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞപ്പോൾ ഈ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി കണ്ടുകിട്ടി. അത് അവൻ പറഞ്ഞു ഇത് കുറേ കൂടെ മുമ്പോട്ട് പോയാലേ പറ്റൂ. എന്നാലും ഞാൻ പറഞ്ഞു ഇവിടെ അത്രയും നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ ഇറങ്ങാം എന്നുള്ള രീതിയിൽ കൂടെ ഞങ്ങൾ മണലിലൂടെ ഇങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എന്താ പറയുക, ഈ വാഹനങ്ങളിൽ വന്ന ആളുകളില്ലേ മുഴുവൻ ബീച്ചിലുണ്ട്. ആ ബീച്ചിലെ എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായി കിടക്കുന്ന ബീച്ച്. ആ ബീച്ച് നല്ല നിരപ്പാണ് ഇതിനകത്ത് ഇറക്കി കഴിഞ്ഞാൽ. പിന്നെ ഒരു സൈഡിൽ വലിയ മലനിരകൾ നമുക്ക് കാണാനുണ്ട്. അത് കഴിഞ്ഞാൽ ഈ കടലിൽ ഒരത്ഭുത പ്രതിഭാസം പോലെ ഒരു വലിയ സ്ട്രക്ചർ ഉയർന്നു നിൽക്കുകയാണ് കേട്ടോ. അത് ഞാൻ പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ കേപ്പ് ടൗണിലെ ഞാൻ കടലുകളിൽ ഞാൻ എനിക്ക് കാണാനിട വന്നിട്ടുണ്ട്. വിയറ്റ്നാമിൽ ഇതുപോലെ കാണാനിട വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയോ രാജ്യങ്ങൾ ഇപ്പോൾ യഥാർത്ഥ ഓർമ്മ വരുന്നില്ല. വിയറ്റ്നാമിലെ കടലിലാണെങ്കിൽ ധാരാളം ഉണ്ട് കേട്ടോ, ഇത് ഒരുപാടുണ്ട്. ഇതിനിടയിൽ കൂടെ നമ്മൾ ഒരുപാട് നോർവേയിൽ ഇത് ധാരാളം, അതായത് വലിയ പാർക്ക് ഇങ്ങനെ നിൽക്കുകയാണ്, നേരെ സ്തൂപങ്ങൾ പോലെ. അതിനിടയിലൂടെ എല്ലാം യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു കാണേണ്ട കാഴ്ചയായിരുന്നു നോർവേയിൽ ഞാൻ കണ്ടത് കേട്ടോ. ഏതാണ്ട് ഇവിടെ വന്നപ്പോൾ അത്രയൊന്നും ഇല്ല, എന്നാലും ഈ ഒരു വലിയ പാറ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്.